പറഞ്ഞിട്ടുണ്ടാണ്. മനോഹരമായ സബ എന്ന് പറയുന്ന ആ യമൻ എന്ന് പറയുന്ന നാട്ടിൽ അവിടത്തെ സബ എന്ന് പേരുള്ള നാട്ടുമൂപ്പന്റെ പേരാണ് സബ. സബ എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങളെ നാട്ടുമൂപ്പന്റെ പേരാണ്. അവിടുത്തെ പ്രമാണിയുടെ പ്രഭുവിന്റെ പേരാണ് സബ. അതുകൊണ്ട് തന്നെ ആ പേര് തന്നെ ആ ഗ്രാമത്തിന് വന്നു. സഹോദര, യമൻ എന്ന് പറയുന്ന ആ മനോഹരമായ നാടാണ്. ആ മനോഹരമായ യമൻ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹങ്ങൾ സൂറത്ത് സബ എടുത്തെന്ന് പരിശോധിച്ചാൽ കാണാം. അത് വിശദീകരിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. ഒരു തോട്ടം എന്ന് പറയുന്ന മനോഹരമായ തോട്ടം. ആ തോട്ടം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും ഭക്ഷണം കിട്ടും, ഏത് സമയത്തും ഫലം കിട്ടും, ഏത് സമയത്തും പഴവർഗ്ഗങ്ങളെ കിട്ടും. അല്ലാഹു അങ്ങനെ ഒരു നാട് ലോകത്തെങ്ങും കൊടുത്തിട്ടില്ല. ഈത്തപ്പഴം പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ഘട്ടങ്ങളിൽ നമ്മൾ ശേഖരിച്ചു വെച്ചാലേ നമുക്ക് കഴിക്കാൻ പറ്റൂ. എന്നാൽ ഏത് സമയത്തും മനോഹരമായ ഫലവർഗ്ഗങ്ങളല്ല. എങ്ങനെയാണ് ഫലവർഗ്ഗങ്ങൾ കിട്ടുന്നത്? ഒരിക്കലും ആ മരത്തിലെ കയറണ്ട, ആ മരത്തിലെ തോട്ട കെട്ടിട്ട് വലിച്ചിടണ്ട, ആ മരത്തിലേക്ക് കല്ലുവാരി എറിയണ്ട. ചരിത്രം രേഖപ്പെടുത്തുന്നത് ഒരു പെണ്ണങ്ങാനം അതിന്റെ ചുവട്ടിലൂടെ, മരങ്ങളുടെ ചുവട്ടിലൂടെ ഒരു കുട്ടയും കൊണ്ടുപോയാൽ ആ കുട്ട നിറയെ പഴവർഗ്ഗങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടുന്ന മനോഹരമായ സ്വാദിഷ്ടമായ കാണാൻ മുൻപുള്ള പഴവർഗ്ഗങ്ങൾ കൊണ്ട് ധന്യമായിരുന്ന നാടായിരുന്നു. മനോഹരമായ നാടാണ്. റോഡിന്റെ രണ്ടു ഭാഗത്ത് യമീനിലും ശിമാലിലും വലത്തും ഇടത്തുമായിട്ട് രണ്ട് തോട്ടങ്ങളാണ്. ആ നാടിന്റെ പ്രത്യേകത അറിയണോ? പാമ്പില്ല, തേളില്ല, പേനില്ല. ആ നാട്ടിൽ ഇടജന്തുക്കളില്ല, പട്ടിയില്ല, ഒന്നുമില്ല. പുറം നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ തലയിൽ പേനുണ്ടല്ലോ, ആ പേനോടുകൂടി സബ എന്ന നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ആ നാടിന്റെ പരിമളം, മനോഹരമായ പരിമളം കാരണത്താൽ ആ പെണ്ണിന്റെ തലയിൽ കിടക്കുന്ന പേന് ചത്തു വീഴുമെന്നാണ് ചരിത്രം പറയുന്നത്. പാമ്പുകളില്ല, തേളുകളില്ല, എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ട നാടാണ്. ആ നാടാണ് സബ എന്ന് പറയുന്ന നാട്. ആ സബ എന്ന നാട്ടുകാരോടല്ല പറഞ്ഞതെന്താണ്? കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബാ വറബ്ബുൻ ഗഫൂർ. അല്ലാഹു അവരോട് പറഞ്ഞു, കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, നിങ്ങളുടെ പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന റിസ്ഖിൽ നിന്ന് നിങ്ങൾ കഴിക്കുക. വഷ്കുറൂ ലഹു, എന്നിട്ട് പടച്ചവനോട് നന്ദി കാണിക്കുക, അല്ലാഹുവിനോട് നന്ദി കാണിക്കുക. ബൽദത്തുൻ ത്വയ്യിബായ മനോഹരമായ നാടാണ്. വറബ്ബുൻ ഗഫൂർ, പരിശുദ്ധമായ നാടാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ മണ്ണാണിത്. ഈ സബ എന്ന് പറയുന്ന മണ്ണിൽ താമസിക്കുന്നവരെ, യമന്റെ തലസ്ഥാന സൻആയാണ്. ഈ യമൻ എന്ന രാജ്യത്തുള്ള ഓരോ വ്യക്തികളോടും അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് യഥേഷ്ടം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം, നിങ്ങൾക്ക് സന്തോഷത്തോടെ വെള്ളം കുടിക്കാം. മനോഹരമായ കളകളാരവം മുഴങ്ങുന്ന ഒരുപാട് അരുവികൾ തോട്ടത്തിന്റെ അടിഭാഗത്തു കൂടി അല്ലാഹു കൊടുത്തു. ഇതെല്ലാം നൽകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ നന്ദികേട് കാണിച്ചു, അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അവര് ധിക്കാരികളായി മാറിയപ്പോ അല്ലാഹു അവർക്ക് എന്താ പണി കൊടുത്തതെന്നറിയോ? പരിശുദ്ധമായ നാടെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത നാട്. ആ നാടിനെ അല്ലാഹു പ്രളയത്തിലൂടെ നശിപ്പിച്ചു കളഞ്ഞു. ഏത് പ്രളയമാണെന്നറിയോ സഹോദരങ്ങളെ? അവിടെ മആരിബ് എന്ന് പറയുന്ന പട്ടണമാണ്. ആ മആരിബ് പട്ടണത്തിന്റെ അണക്കെട്ടുണ്ടായിരുന്നു പണ്ട്. അവിടെ ആ നാട്ടില് അവിടത്തെ ഓരോ പ്രമാണികൾക്കുണ്ടായിരുന്ന, ഓരോ പ്രഭുക്കൾക്കുണ്ടായിരുന്ന, ഓരോ നേതാക്കന്മാർക്കുണ്ടായിരുന്ന അവിടത്തെ എല്ലാ സാമർത്ഥ്യവും അവിടെ നിലനിൽക്കവേ, സഹോദരങ്ങളെ ചിന്തിക്കണേ, ബൽക്കീസ് രാജ്ഞി പണിത ഒരു വലിയ അണക്കെട്ടുണ്ടായിരുന്നു. ബൽക്കീസ് രാജ്ഞി പണിത അണക്കെട്ടായിരുന്നു. എന്തണക്കെട്ടെന്നറിയോ? വലിയ വലിയ പൊടുകൂറ്റം പാറകളും ടാറും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ അണക്കെട്ടിനെ അല്ലാഹു പൊട്ടിച്ചെറിഞ്ഞു. അവസാനം മനോഹരമായ നാട് ഒന്നാകെ ഒലിച്ചുപോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഒരു ഉപയോഗമില്ലാത്ത മുളകളായി മാറി, ഇലന്ത വൃക്ഷങ്ങളായി മാറി, യാതൊരു ഉപയോഗമില്ലാത്ത കൈപ്പുള്ള കുറെ വസ്തുക്കളായി, വൃക്ഷമായി അല്ലാഹു ആ നാടിനെ മാറ്റിക്കളഞ്ഞു. ഏത് നാടിനെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു നശിപ്പിച്ചത്? ആ നാട്ടിലെ തോട്ടത്തിന്റെ ചുവട്ടിലൂടെ, മരത്തിന്റെ ഇടയിലൂടെ ഒരു പെണ്ണ് കുട്ടയും കൊണ്ടുപോയാ ആ പെണ്ണ് മരം പിടിച്ച് കുലുക്കണ്ട, ആ മരത്തിന്റെ മുകളിൽ കയറണ്ട, അവരുടെ
കുട്ട നിറച്ച് ഫലവർഗ്ഗങ്ങൾ കിട്ടുന്ന, ഫ്രൂട്ട്സ് കിട്ടുന്ന, പഴവർഗ്ഗങ്ങൾ കിട്ടുന്ന ഒരു സീസണല്ല, അൺസീസണല്ല, ഏതും സമയത്തും എപ്പോഴും അവിടെ നിങ്ങൾക്ക് സുലഭമായ പഴവർഗ്ഗങ്ങളല്ല. ആ മആരിബ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സഭ എന്ന് പറയുന്ന നാട്ടില് മനോഹരമായ തോട്ടത്തെ മആരിബ് അണക്കെട്ടിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹു നശിപ്പിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? ആർക്കും ഉപയോഗമില്ലാത്ത ഇലന്ത മരങ്ങള്, അവിടെ കൈപ്പുള്ള മരങ്ങള്, അതുപോലെ മുളക്കൂട്ടങ്ങളെ കൊണ്ട് അല്ലാഹു ഇവിടെ നിറച്ചു കളഞ്ഞു. ഈ പറയപ്പെട്ട എല്ലാ ഫലവർഗ്ഗങ്ങളെയും പരിശുദ്ധിയും മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലാഹു മുന്നോട്ട് വെച്ച ഒരു ഡിമാൻഡ് അവരെ അംഗീകരിച്ചില്ല. ഏത് ഡിമാൻഡാണെന്നറിയോ സഹോദരാ? അല്ലാഹു പറഞ്ഞത് എന്താണ്? വഷ്കുറൂ ലഹു, അല്ലാഹുവിന് നന്ദിയുള്ളവരായി മാറുക. അവര് നന്ദികേട് കാണിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട്ടില് അല്ലാഹു പരിശുദ്ധി ഉണ്ടാക്കണമെങ്കിൽ ആ നാട്ടുകാര് നന്ദിയുള്ളവരാവുക. ആ നാട്ടുകാര് നന്ദിയുള്ളവരാവുക. ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ നന്ദികേട് കാണിച്ചാൽ അവിടുത്തെ നമസ്കാരക്കാരനും അത് ബാധിക്കുന്നതാണ്, അവിടുത്തെ നോമ്പുകാരിക്കും അത് ബാധിക്കുന്നതാണ്, അവിടുത്തെ സാത്വികനും വിശുദ്ധനും എല്ലാവർക്കും ആ വിപത്ത് വരുന്നതാണ്. അതുകൊണ്ടൊരു നാട് നന്നാകണം, ആ നാട് പരിശുദ്ധമാകണം. ബൽദത്തുൻ ത്വയ്യിബ, പരിശുദ്ധമായ നാടായ നാട് മാറണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഖുർആൻ പറഞ്ഞ സൂറത്തു സബ. എന്റെ സഹോദരങ്ങളെ, പിൽക്കാലത്ത് അണക്കെട്ട് പൊട്ടിയിട്ട് ജലപ്രളയമുണ്ടായി. അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. ആ നാടിനെ മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ നാട് ഒന്നാമതായിട്ട് നന്നാകണമെങ്കിൽ നാട്ടുകാര് മുഴുവനും നന്ദിയുള്ളവരാകണം. ഒരാള് നമ്മുടെ നാട്ടില് കുഴപ്പക്കാരനായാൽ എല്ലാം തീർന്നു. പക്ഷേ നാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ മോശമായി നടക്കുന്നത് കണ്ടാൽ അയാളോട് അത് തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടാകണം. എന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇനി പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണ്, കൃത്യമായി പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന, കൃത്യമായി ഇബാദത്തുകളൊക്കെ ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മദ്യപിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മോശമായ നിലയിൽ കഞ്ചാവിന് അടിമയാണ്, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ അവിടെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എന്ത് വേണം? ആദ്യം അവനെ കൈകൊണ്ട് തടുക്കാൻ നിനക്ക് കഴിയണം. കൈകൊണ്ട് തടുക്കണം. അവന്റെ കയ്യിരിക്കുന്ന മദ്യത്തിന്റെ കുപ്പി വാങ്ങി എറിഞ്ഞ് പൊട്ടിക്കാൻ നിനക്ക് കഴിയണം. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിനക്ക് നാവ് കൊണ്ട് അവനെ ഒന്ന് ഉപദേശിക്കാൻ കഴിയണം. അതിനും കഴിഞ്ഞില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അവനെ ഒന്ന് വെറുത്ത്, അവൻ ചെയ്യുന്ന പ്രവൃത്തിയെ വെറുത്ത്, അവൻ നീ കാണിക്കുന്ന വെറുപ്പ് അവന്റെ തിന്മയുടെ നിദാനമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി. നീ ഈ മൂന്നാലൊരു രീതിയിൽ അവനെ അത് തടഞ്ഞില്ല എങ്കിൽ നീയും ആ വിഷയത്തിൽ കുറ്റക്കാരനാണ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ ദഅവത്തുമായി കടന്നു വന്നപ്പോ സത്യനിഷേധികൾ ചോദിച്ചു, നീ പ്രവാചകനാണെന്ന് എന്ത് തെളിവാ? നീ പ്രവാചകനാണെന്ന് എന്ത് തെളിവുണ്ട്? ആ സമയത്ത് സ്വാലിഹ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്ത് തെളിവാ വേണ്ടത് ഞാൻ പ്രവാചകനാണെന്നതിന്? അവൻ പറഞ്ഞു, ആ കാണുന്ന വലിയ പാറക്കെട്ടിൽ നിന്ന് ഗർഭിണിയായ ഒരു ഒട്ടകത്തെ. നിങ്ങൾ പറഞ്ഞ ന്യായം എന്തെന്നറിയോ? അറുക്കാൻ പിടിച്ചപ്പോൾ ഒരാളും പറഞ്ഞില്ല അത് ചെയ്യരുതേ, പടച്ചവന്റെ വിപത്തിറങ്ങുമെന്ന് പറഞ്ഞില്ല. എല്ലാരും അവൻ ചെയ്തോട്ടെ, അവൻ അനുഭവിച്ചോട്ടെ, അനുഭവിച്ചത് ഒരുമിച്ചായി പോയി. അതുകൊണ്ട് ആദ്യമായി വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു നാട് നന്നാകലാണ്, ഒരു നാട് ത്വയ്യിബാകലാണ്. ബൽദത്തുൻ ത്വയ്യിബാ, പരിശുദ്ധമായ നാടായി നമ്മുടെ നാട് മാറേണ്ടതുണ്ട്. ഒന്നാമതായി സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ രണ്ടാമതാകട്ടെ ഈ നാട് മാത്രമല്ല, ഈ നാട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ ചെരുപ്പിൽ പറ്റുന്ന, നമ്മുടെ കാൽപാദത്തിൽ പറ്റുന്ന മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് പരിശുദ്ധമാകണമെന്ന, ഈ മണ്ണ് പരിശുദ്ധമാകണമെന്ന പരിശുദ്ധമായ മണ്ണിനെ പറ്റിയാണ് അല്ലാഹു രണ്ടാമതായി പറഞ്ഞത്. എവിടെയാണല്ല പറഞ്ഞതെന്നറിയോ? അതേ സൂറത്തുൽ മാഇദയില് അല്ലാഹു പറയുകയാണ്, ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ.
നിങ്ങൾ പരിശുദ്ധമായ മണ്ണ് കൊണ്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തയമ്മം ചെയ്യുക. ഫംസഹൂ ബിവുജൂഹികും വഅയ്ദീകും മിൻഹു, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ രണ്ട് കൈകളും തടകുക മണ്ണ് ഉപയോഗിച്ചുകൊണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണേ, രണ്ടാമത് അല്ലാഹു ത്വയ്യിബത്ത് എന്ന് പറഞ്ഞതാ നാടിനെ പറ്റിയല്ല, നാടിലെ മണ്ണിനെ പറ്റിയാ. ഇവിടത്തെ മണ്ണ് പരിശുദ്ധമാകണം, തയ്യിബത്താകണം, എന്നാലേ നമ്മുടെ അമലുകൾ അല്ലാഹു കബൂൽ ചെയ്യുകയുള്ളൂ. ഇവിടത്തെ മണ്ണ് എങ്ങനത്തെ മണ്ണാകണം സഹോദരാ? തയമ്മം ചെയ്യേണ്ടി വന്ന തയമ്മം ചെയ്യാൻ പറ്റുന്ന മണ്ണാകണം. അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്, എനിക്ക് ഭൂമി മുഴുവനും നമസ്കാര സ്ഥലമാക്കി തന്നു അല്ലാ. എനിക്ക് ഭൂമിയിൽ എവിടെ വേണോ നമസ്കരിക്കാൻ പള്ളി തന്നെ വേണമെന്നില്ല, എനിക്ക് പള്ളിയിൽ തന്നെ നമസ്കരിക്കണമെന്നില്ല. അത് നമ്മൾ വ്യക്തമായി 2 കൊല്ലം കൊണ്ട് കണ്ടില്ലേ സഹോദരങ്ങളെ? നമ്മൾ പള്ളിയിലെല്ലാരും നിസ്കരിച്ചിട്ടില്ല, പക്ഷേ കഴിഞ്ഞു പോയ 2 വർഷത്തെ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും വീട്ടിലായിരുന്നല്ലോ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് എവിടെ പോയാലും നമുക്ക് നമസ്കരിക്കാം. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവന് നമസ്കരിക്കാം, കപ്പലിൽ യാത്ര ചെയ്യുന്നവന് നമസ്കരിക്കാം, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവന് നമസ്കരിക്കാം. എവിടെയാണോ യാത്ര ചെയ്യുന്നത് അവനെല്ലാം നമസ്കരിക്കാ. പടച്ചതമ്പുരാ ഭൂമി പള്ളിയാക്കി കൊടുത്തിരിക്കുകയാ. അത് ഈ ഉമ്മത്തിന് അല്ലാഹു തന്ന സൗഭാഗ്യമാണ്. പിന്നെ റസൂലുള്ള പറഞ്ഞത് എന്താണ്? മണ്ണ് എനിക്ക് വെള്ളത്തിന് പകരമാക്കി തന്നു അല്ലാ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് കയ്യിലോ കാലിലോ മുഖത്തോ ഒരു മുറിവുണ്ടെന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് പനി പിടിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഈ നാട്ടിലെ വെള്ളം തീർന്നു പോകുന്നൊരവസ്ഥ വരട്ടെ, പള്ളിയിലെ ബാങ്ക് വിളിക്കുമ്പോ എങ്ങനെയാ നമസ്കരിക്കുക? എങ്ങനെയാണ് നമസ്കരിക്കാൻ കഴിയുക? എന്റെ സഹോദരങ്ങളെ, നമസ്കാരത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വെള്ളമില്ലാത്തത് കൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കലല്ല. പിന്നെയോ ഇവിടെ നിന്ന് മണ്ണെടുത്ത് ആ മണ്ണിലടിച്ചിട്ട് തയമ്മം ചെയ്ത് നിസ്കരിക്കാ. പരിശുദ്ധമായ മണ്ണാകണം നമ്മുടെ മണ്ണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ. നമ്മുടെ നാട്ടിലെ മണ്ണ് സഈദായ തയ്യിബത്തായ മണ്ണാകണമെന്ന. ഒരു നാട് ത്വയ്യിബായ പോരാ, ആ നാട്ടിലെ മണ്ണും ത്വയ്യിബത്താകണമെന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് പടച്ചവൻ നമുക്ക് തന്ന ഫളിലാണ് തയമ്മും എന്ന് പറയുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞ് സഹാബാക്കൾ നബിയും പ്രിയപ്പെട്ട നബിയും സഹാബത്തെ കടന്നു വരികയാ. ഓരോ യാത്രയിലും നബിതങ്ങൾ ഓരോ ഭാര്യമാരെ കൊണ്ടുപോകും. അവരിൽ ആരെയാണോ നറുക്ക് വീഴുന്നത്, നറുക്കിട്ടിട്ട് ആരുടെ പേരാണോ നറുക്കിൽ വീഴുന്നത്, ആ വീഴുന്ന പേരുള്ള പെണ്ണിനെ, ഭാര്യയെ, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ അല്ലാഹുവിന്റെ റസൂൽ യാത്രയിൽ കൊണ്ടുപോകുമായിരുന്നു. സഹോദരങ്ങളെ, ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് തനിക്ക് തന്റെ അസുമ എന്ന് പറയുന്ന സഹോദരിയിൽ നിന്ന് വാങ്ങിയ മാല, ആ മാല കളഞ്ഞു പോയത് ആയിഷാ ബീവിയുടെ കഴുത്തിൽ കിടന്ന മാല. ഏതൊരു പെണ്ണും പുറത്തു പോകുമ്പോൾ മാല ഇടാറുണ്ടല്ലോ. സ്വർണം എന്ന് പറയുന്നവർക്ക് സ്വർഗം തന്നെയാണ്. ആ പെണ്ണിന്റെ ഒരു വീക്ക്നെസ് ആണ്, പെണ്ണിന്റെ ഒരു ദൗർബല്യമാണ് സ്വർണമെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷാ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ സ്വർണമില്ല. ചോദിച്ചു, അസുമായിനോട് ചോദിച്ചു, അസുമ എന്ന് പറയുന്നത് ആയിഷയുടെ ഉമ്മയുടെ മോളല്ല, ആയിഷയുടെ ഉപ്പ അബൂബക്കറിന്റെ മോളാണ്, മറ്റൊരു ഭാര്യയിലുള്ള മോളാണ്. അസുമായിൽ നിന്ന് ഒരു മാല കടം വാങ്ങിയിട്ട് കൊണ്ടുപോവുകയാണ്. എങ്ങനത്തെ മാലയെന്നറിയോ? ഇന്ന് നമ്മുടെ തള്ളവിരലിന്റെ വലിപ്പമുള്ള മാലയല്ല, കൈപ്പറ്റിയുടെ വലിപ്പമുള്ള മാലയല്ല. ആ മാലയുടെ മുൻഭാഗത്ത് മാത്രമേ സ്വർണമുള്ളൂ. അതിന്റെ പുറകുവശത്തെ ചരടാണ്, തുണിയിനാലുള്ള നൂലിനാലുള്ള ചരടാണ്. അത്രയും സ്വർണത്തിന്റെ കമ്മി ഉണ്ടായിട്ട് ജീവിച്ച പ്രിയപ്പെട്ട ഭാര്യ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഭാര്യ തന്റെ സഹോദരിയിൽ നിന്ന് കടം വാങ്ങിയിട്ട്, അസുമ എന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് ആ മാല ധരിച്ചുകൊണ്ട് പോകുമ്പോ തിരികെ വരുന്ന സമയത്താണ് അവർക്ക് പ്രത്യേകമായ പ്രാഥമിക ആവശ്യം നിർവഹിക്കേണ്ടി വന്നത്. ആ സമയത്ത് ആയിഷാ ബീവി അവിടെ പോയി. തിരികെ വന്നപ്പോ മാല കാണാനില്ല. ചരിത്രം വിശാലമാണ്. അങ്ങനെയാണ് സഹോദരങ്ങളെ സൂറത്തുൻ നൂർ ഇറങ്ങാനുള്ള കാരണം അവിടെയാണ്. വ്യഭിചാരോപണം നടത്തി, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പറ്റിയിട്ട് വ്യഭിചാരോപണം നടത്തി. അവസാനം നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ 2ാം കൊല്ലത്തെ യാത്ര വന്നു.
രണ്ടാം കൊല്ലത്തെ യാത്ര വന്നു. ആ യാത്രയിലും ആയിഷയുടെ പേര് തന്നെ വീണു, ആയിഷ റളിയല്ലാഹു തആല അൻഹ. വീണ്ടും എന്റെ പ്രിയ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങൾ അനുഗമിക്കുകയാ. അനുഗമിച്ച് തിരികെ വരുമ്പോ പ്രിയപ്പെട്ടവരെ സംഭവിച്ചത് ഇതുപോലെ തന്നെ. ആയിഷ ബീവി കാരണം അവർക്ക് യാത്ര മുടങ്ങേണ്ടി വന്നു. എന്തോ കാരണത്തിന്റെ പേരിൽ യാത്ര മുടങ്ങിയപ്പോ അന്ന് രാത്രി അവിടെ തങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ യാത്രക്കാര് തങ്ങിയ പ്രദേശത്ത് വെള്ളമില്ലാത്ത നാടാണ്. അന്ന് കൊടും വെയിലാണ്, മഴയില്ല. സഹോദരങ്ങളെ, കുടിക്കാൻ വെള്ളം കുറച്ച് കയ്യിലുണ്ട്. പക്ഷേ നേരം വെളുക്കുമ്പോൾ എങ്ങനെയാണ് സുബഹി നമസ്കരിക്കുക? നേരം വെളുക്കുമ്പോൾ എങ്ങനെയാണ് മലമൂത്ര വിസർജനം ചെയ്തിട്ട് ശൗചം ചെയ്യുക? ആ സമയത്ത് എല്ലാവരും വിഷമിച്ചു. ആളുകൾ ഓടിച്ചെന്ന് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, സിദ്ദീഖേ, നിന്റെ മോള് വല്ലാത്ത കാര്യം തന്നെയാണ്, ഇപ്പോഴും നമ്മളെ ഇടങ്ങേറാക്കുകയാണല്ലോ. ഇവിടെ വെള്ളമില്ലാത്ത നാട്ടിൽ താമസിക്കേണ്ടി വന്നല്ലോ. ഈ രാത്രി തന്നെ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും വെള്ളമുള്ള പ്രദേശത്തെത്തുമായിരുന്നല്ലോ. ഇവിടെ നമ്മൾ തങ്ങേണ്ടി വന്നത്, യാത്ര ചെയ്ത് ഇവിടെ തങ്ങേണ്ടി വന്നത് ആയിഷ ബീവി കാരണമാണ്. അബൂബക്കറെ, വല്ലാത്ത കഷ്ടമാണെന്ന് പറഞ്ഞ് വാപ്പയല്ലേ മഹാനായ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് സഹാബത്തിന് പറയാൻ പറ്റോ? ഭർത്താവിനോട് പരിഭവം പറയാൻ പറ്റോ? ഇല്ല. അതുകൊണ്ട് ഉപ്പാനോട് പരാതി പറഞ്ഞു ചെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയോ? എന്റെ ആയിഷ ഇങ്ങനെ ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുകയാണല്ലോ, ജനങ്ങളെ ഇടങ്ങേറാക്കുകയാണല്ലോ, രണ്ട് കൊടുക്കണമെന്ന നീയത്തോടെ കടന്നു ചെല്ലുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനിതാ ആയിഷയുടെ മടിയിൽ കിടക്കുകയാ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ശിരസ് ചേർത്ത് വെച്ച് കിടക്കുകയാ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നബിതങ്ങൾ ഉണർന്നാലോ, നബിതങ്ങൾ മടിയിൽ തല വെച്ച് കിടക്കുകയല്ലേ. എന്നാലും ആയിഷ ബീവിയുടെ അടുക്കൽ ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന പിതാവ് എന്ത് ചെയ്തെന്നറിയോ? എന്തിനാണ് ഈ നാട്ടുകാരെ ഇടങ്ങേറാക്കിയത്? നീ കാരണമല്ലേ, നിന്റെ അശ്രദ്ധ കാരണമല്ലേ യാത്ര മുടങ്ങിയത്? ഇവിടെ വെള്ളമില്ലാത്ത ഏരിയയാണ്, എങ്ങനെ നാളെ സുബഹി നമസ്കരിക്കും? വല്ലാത്ത വിഷമമാണ് എന്ന് പറഞ്ഞിട്ട് ആയിഷയുടെ തോളിൽ ഒരു കുത്തു വെച്ച് കൊടുത്തു. ആയിഷ ബീവി പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് നന്നായിട്ട് വേദനിച്ചു, പക്ഷേ എഴുന്നേറ്റ് ശരീരം മുഴുവൻ തടകണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു ടെൻഡൻസി എനിക്കുണ്ടായി. പക്ഷേ എന്റെ ഹബീബ് ഉറങ്ങുകയല്ലേ, എന്റെ പ്രവാചകന്റെ ഉറക്കം നഷ്ടപ്പെടരുതെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ കടിച്ചിറക്കി വേദന. എന്റെ വാപ്പ എന്നെ തല്ലിയത് എനിക്ക് വല്ലാത്ത വേദന വന്നു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല കരഞ്ഞു. പക്ഷേ കണ്ണുനീര് റസൂലുള്ളാഹിന്റെ മുഖത്ത് വീഴാൻ അനുവദിച്ചില്ല. സഹോദരങ്ങളെ, നേരം വെളുത്തെഴുന്നേൽക്കുമ്പോ വെള്ളമില്ലാത്ത മണ്ണിലതാ മുത്തുനബിയുടെ നെറ്റിത്തടം വിയർക്കുകയാ, മുത്തുനബിയുടെ നെറ്റിത്തടം വിയർക്കുകയാ. ആയത്തിറങ്ങി. എന്താ ആയത്തെന്നറിയോ? നിങ്ങളൊരു നാട്ടിലെത്തിയാൽ, നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യമാരെ സ്പർശിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തൊടാൻ പറ്റാത്തൊരു ഗതി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വെള്ളം നിങ്ങൾ എത്തിച്ചില്ലെങ്കിൽ പരിശുദ്ധമായ മണ്ണെടുത്തിട്ട് നിങ്ങൾ തയമ്മം ചെയ്യണേ. ഈ ആയത്തിറങ്ങുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ആഹ്ലാദിക്കുകയാ. സഹാബാക്കൾ അബൂബക്കർ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ സിദ്ദീഖേ, ഞങ്ങളെ കുറ്റം പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ആയിഷ എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ കാരണത്താൽ അല്ലാഹു ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാ. അബൂബക്കറിന്റെ കുടുംബം വീണ്ടും ഞങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുകയാ. ആയിഷ ബീവി ഇവിടെ നിന്നത് കൊണ്ടല്ലേ ഇവിടെ കിടക്കേണ്ടി വന്നത്, ഇവിടെ കിടന്നത് കൊണ്ടല്ലേ വെള്ളമില്ലാത്ത മണ്ണിൽ ഞങ്ങൾ പരാതിപ്പെട്ടത്. അങ്ങനെ പരാതിക്ക് പരിഹാരമല്ലേ പരിശുദ്ധ ഖുർആനിൽ തയമ്മത്തിന്റെ ആയത്തിറങ്ങിയത്? ആയിഷ ബീവിയാണ് തയമ്മമിന്റെ ആയത്തിറങ്ങാൻ കാരണക്കാരിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മണ്ണ് പരിശുദ്ധമാകണം, മണ്ണ് പരിശുദ്ധമാകണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ തയമ്മുമിന്റെ കാരണക്കാരി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പള്ളിയിലൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും മതപരമായിട്ടുള്ള നമ്മുടെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ ഒരു അശ്രദ്ധയും നമ്മൾ വിചാരിക്കരുത്. പഠിക്കാൻ മനസ്സുണ്ടാകണം, അത് നമ്മുടെ ആവശ്യമാണ്. ഇന്ന് പള്ളികളിൽ നിങ്ങൾ നോക്ക്,
കയ്യിൽ ബാൻഡേജ് ഇട്ടിട്ട് ആളുകൾ വരുന്നുണ്ട്, ബാൻഡേജ് ഒട്ടിച്ചു കൊണ്ടുവരുന്നുണ്ട് ആളുകൾ. എങ്ങനെ വുളു ശരിയാകും? അവർക്കറിയില്ല അത്രയും ഭാഗത്ത് വെള്ളം ചേർന്നില്ല എങ്കിൽ തന്റെ നിസ്കാരം സഹിയായിട്ടില്ല എന്ന്. ഇവിടെ ഹനഫി മദ്ഹബാ അല്ലല്ലോ, ഷാഫി എന്നല്ലോ. അപ്പൊ ആ മസാല നമ്മൾ പഠിക്കണ്ടേ? എന്തിനു വിഷമിക്കണം? നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം കഴുകാൻ കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഒരു ഭാഗത്ത് നമ്മൾ എത്തപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം തൊട്ടുകൂടാ എന്ന് ഏതെങ്കിലും നിപുണന്മാരായ ഡോക്ടർമാര് നമുക്ക് വിധി എഴുതിയാൽ, അള്ളാഹു നമുക്ക് പരിഹാരം തന്നത് വേണ്ട, പച്ച മണ്ണിൽ അടിച്ചിട്ട് നിങ്ങൾ തയമ്മം ചെയ്തിട്ട് നമസ്കരിക്കുക. കാരണം അള്ളാഹുവിന്റെ ഫളിൽ, പടച്ചവന്റെ ഔദാര്യം. നമ്മുടെ നാട്ടിലെ മണ്ണും ത്വയ്യിബത്താകണം, പരിശുദ്ധമായ മണ്ണാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിലെ മണ്ണ് പരിശുദ്ധമാകണ്ടേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമാണോ? അല്ല, നമ്മുടെ നാട്ടിലെ മണ്ണ് പോലും പരിശുദ്ധമാകണം. നമ്മുടെ നാട്ടിലെ മണ്ണ് പോലും പരിശുദ്ധമാകണം. ഏതെങ്കിലും ഒരു വസ്തുവിൽ പട്ടി തൊട്ടാൽ, നായ തൊട്ടാൽ, ശ്വാനം തൊട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 വെള്ളം എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യം നമ്മൾ കഴുകണം. അതിൽ കൃത്യമായി 1 പ്രാവശ്യം മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടായിരിക്കണം. മണ്ണിന് അതിനുള്ള കഴിവുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോ രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മുടെ നാട് മാത്രമല്ല, നമ്മുടെ മണ്ണും പരിശുദ്ധമായിരിക്കണം. നമ്മുടെ മണ്ണും പരിശുദ്ധമായിരിക്കണം. തീരുന്നില്ല. അപ്പൊ നാടായി, മണ്ണായി. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മളാകുന്ന വ്യക്തി, ആ വ്യക്തിയുടെ നന്മ, ആ വ്യക്തിയുടെ പരിശുദ്ധിക്ക് അപ്പുറത്ത് നാം പറഞ്ഞു വന്ന നാടിന്റെ പരിശുദ്ധിയാണ്, ആ നാട്ടിലെ മണ്ണിന്റെ പരിശുദ്ധിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളും ത്വയ്യിബത്താകണം. വീട്ടിന്റെ മുറ്റത്തേക്കുന്ന വൃക്ഷങ്ങൾ പോലും ത്വയ്യിബത്താകണം എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാണ്ട് കഞ്ചാവ് കൃഷി പറ്റൂല എന്നർത്ഥം. കഞ്ചാവ് കൃഷി പറ്റൂല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ പോലും പരിശുദ്ധമായിരിക്കണം. ലഹരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൃക്ഷങ്ങളാകാൻ പാടില്ല, സസ്യങ്ങളാകാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. കഴിക്കുന്ന ഭക്ഷണത്തിലാണോ നമ്മൾ ആ ഹറാമും ഹലാലും മാത്രം കാണുന്നത്? അല്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷത്തിൽ പോലും നമ്മൾ അത് ത്വയ്യിബത്താകണം, പരിശുദ്ധമാകണമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ ഉദാഹരണം അല്ലാഹ് പറയുമ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞതെന്നറിയോ? അലം തറ കൈഫ ലറബല്ലാഹു മസലൻ, അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബാ കശദറത്തിൻ ത്വയ്യിബാ. അല്ലാഹു പരിചയപ്പെടുത്തുന്നത്, സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ അല്ലാഹു മനുഷ്യന്റെ ഉപമ പറഞ്ഞത് പരിശുദ്ധമായ വൃക്ഷത്തോടാണ്. പരിശുദ്ധമായ വൃക്ഷത്തോട് മനുഷ്യനെ ഉപമിച്ചിരിക്കുകയാണ് അല്ലാഹു തആല. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബാ കശദറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിമിന്റെ ഉദാഹരണം അല്ലാഹു പറഞ്ഞത് എന്തിനെ പറഞ്ഞുകൊണ്ടാണെന്നറിയോ? ഒരു മുസൽമാന്റെ ഉദാഹരണത്തെ പറയാൻ അല്ലാഹു തആല ആ വീടിനെ ഉദാഹരിച്ചില്ല, ആ നാട്ടിലെ പള്ളിയെ ഉദാഹരിച്ചില്ല. അല്ലാഹു പറഞ്ഞത് എന്താണ്? കശദറത്തിൻ ത്വയ്യിബാ, കശദറത്തിൻ ത്വയ്യിബാ, ഒരു പരിശുദ്ധമായ വൃക്ഷമാണത്രേ. അല്ലാഹു പരിശുദ്ധമായ വൃക്ഷമെന്ന് പരിചയപ്പെടുത്തുന്നു. ഏതാണ് പരിശുദ്ധമായ വൃക്ഷം? അത് മുഅ്മിനാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേരുകൾ, അടിവേരുകൾ, തായ്വേരുകൾ ഉറച്ചതാണ്. വഫറഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ മാനമുട്ട ഉയർന്നു നിൽക്കുകയാണ്. പടച്ചവന്റെ കൽപ്പനയനുസരിച്ച് അതിന്റെ ഫലം എല്ലാ പ്രാവശ്യവും അല്ലാഹുവിന്റെ അടിമകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാ. കർഷകന് അതിന്റെ ഫലം എല്ലായ്പ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ഈ ഉദാഹരണം ആരെ പറ്റിയാണല്ല പറഞ്ഞതെന്നറിയോ? ചിന്തിക്കുക. ശജറത്തിന് തയ്യിബ, പരിശുദ്ധ വൃക്ഷമെന്ന് പറഞ്ഞാൽ അത് ഞാനാണ്, അത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്തേ അല്ലാഹു ഉദാഹരിച്ചതെന്നറിയോ?
അസ്ലുഹാ സാബിത്തുൻ എന്ന് പറഞ്ഞാൽ അടിവേര് തായ്വേര് ഭൂമിയിൽ ഉറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ വിശുദ്ധമായ കലിമ ഉറച്ചു എന്നാണ്. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അമലുകൾ എങ്ങനെ കയറി പോകണമെന്ന, അമലുകൾ എങ്ങനെ കയറി ആകാശത്തിലേക്ക് പോകണമെന്ന, ഓരോ ദിവസവും നമ്മുടെ അമലുകൾ എങ്ങനെ വാനലോകത്തേക്ക് കയറി പോകണമെന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താണ്? തൂതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ, എല്ലാ കർഷകർക്കും ആവശ്യമായത് എല്ലാ സമയത്തും ഫലമായി കൊടുക്കുന്ന ഒരു മനോഹരമായ വൃക്ഷം പോലെ ഞാൻ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക്, ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, മതമുള്ളവന് ഇല്ലാത്തവന് ഞാൻ ഉപകാരിയാകണമെന്ന. സഹോദരങ്ങളെ, കർഷകർക്ക് യഥേട്ടം ഭക്ഷണം കൊടുക്കുമ്പോൾ, യഥേട്ടം ഫലം കൊടുക്കുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെയാകണം? അവന് പരിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യണമെന്ന, അവന്റെ നോട്ടം പരിശുദ്ധമാകണം, അവന്റെ ഭാഷണം പരിശുദ്ധമാകണം, അവന് എല്ലാം, അവനിൽ നിന്ന് മറ്റുള്ളവരെ നേരിടുന്നത് മുഴുവൻ പരിശുദ്ധമാകണം, ത്വയ്യിബാകണമെന്ന. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു നിമിഷം ഒന്ന് ചിന്തിക്ക്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമ്മളെ ഉദാഹരിക്കാൻ വേണ്ടി പറഞ്ഞത് പരിശുദ്ധമായ വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തിന്റെ അടിവേര് തായ്വേര് ഭൂമിയിൽ ഉറച്ചതുപോലെ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണക്കണമെന്നാണ്. അതിന്റെ ശിഖരങ്ങൾ വാനലോകത്തേക്ക് തലയെടുപ്പോടെ നിൽക്കുന്നത് പോലെ നമ്മുടെ അമലുകൾ ആകാശത്തിലോട്ട് കയറി പോകണമെന്ന. ഓരോ ദിവസം നമ്മുടെ അമല് കയറിപ്പോണ്ടേ. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അമലുകൾ കയറി പോകുന്ന, ആ അമലുകൾ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന ദിവസമാണത്രേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച അമലുകൾ ഉയർത്തപ്പെടുമ്പോ അന്ന് നോമ്പ് സുന്നത്താക്കി. ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച അമലുകൾ കയറി പോകുന്നു. ഓരോ ദിവസവും സുബഹിന് ശേഷവും അസറിന് ശേഷവും അമലുകൾ ഉയർത്തപ്പെടുകയാണ്. അസറിന് ശേഷം സുബഹിക്ക് ശേഷവും അമലുകൾ ഉയർത്തപ്പെടുന്നു. അതുകൊണ്ടാണ് സുബഹിക്കും ആ മഗ്രിബിന്റെ സമയത്തും അസറിന്റെ സമയത്ത് സുബഹിന്റെ സമയത്തും ഈ രണ്ട് വഖത്ത് നമസ്കാരത്തില് ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. സുബഹിയും അസറും എന്താ കാര്യം എന്നറിയോ? നമ്മുടെ പള്ളിയില് ഈ സുബഹിക്കും അസറിനും നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ മാലാകന്മാരുടെ സാന്നിധ്യമുണ്ട്. രണ്ട് വഖത്ത്. എന്താ കാര്യം? മഗ്രിബിനും ഇശാക്കും ഒക്കെ ഉണ്ടാവും, പക്ഷെ അസറിനും സുബഹിക്കും വരുന്ന മലക്കുകൾ വേറെ സ്വഭാവക്കാരായ മലക്കുകളാ. രണ്ട് ഷിഫ്റ്റാണ്. ഇന്നിപ്പോ നമ്മളാണല്ലോ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ജോലി. രാവിലെ 4 മണിക്ക് കയറിയാൽ വൈകുന്നേരം ഉച്ചക്ക് ഇറങ്ങാം അല്ലെ? 8 മണിക്ക് കയറിയാൽ വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങാം. 4 മണിക്ക് കയറിയാൽ പിറ്റേന്ന് രാവിലെ ഇറങ്ങാം. ഷിഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോ ജോലിക്കാരെ നിയമിക്കാറുണ്ട് ഓഫീസുകളിൽ. ആദ്യമായി ഷിഫ്റ്റ് ആയിട്ട് ജോലിക്കാരെ നിയമിച്ചത് അള്ളാഹുവാ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. സുബഹി നമസ്കാരത്തില് രാത്രി ഡ്യൂട്ടി ഇട്ട മലക്കുകൾ തിരിച്ച് കയറി പോകുന്ന സമയമാണ്. ഏത്? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട്. സുബഹി നിസ്കാരം ജമാഅത്തായി നമസ്കരിക്കുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ, ഏത് മലക്കുകൾ? എനിക്ക് തലേ ദിവസം രാത്രി എന്റെ എല്ലാ കൃത്യമായ എന്റെ അമലുകൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്ക് സുബഹിക്ക് ജമാഅത്തിൽ എന്നോടൊപ്പം കൂടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മലക്ക് രാത്രിയുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സുബഹി കഴിഞ്ഞ ഒരൊറ്റ പോക്ക ആകാശത്തിലേക്ക്. അപ്പോ ഇതേ സുബഹി വഖത്തിന് രാവിലത്തെ ഡ്യൂട്ടിയുള്ള മലക്കുകളും പള്ളിയിലെത്തുന്നു. കാരണം അവര് പോയ ഉടനെ ഈ ഡ്യൂട്ടി അവരേറ്റെടുക്കുകയാണ്. ഇനി ഈ രാത്രി ഇപ്പൊ സുബഹി കഴിഞ്ഞ് പോയ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അടുത്ത അസറിന്റെ വഖത്തിനാണ് ഇറങ്ങി വരുന്നത്. അസറിന്റെ വഖത്തിന് വന്ന് കൂടും. അപ്പോ ഈ ഡ്യൂട്ടി ഏറ്റെടുത്ത മലക്കുകള്, സുബഹിക്ക് ശേഷം ഏറ്റെടുത്ത മലക്കുകൾ അസർ നിസ്കാരത്തിൽ ജമാഅത്തിൽ കൂടിയിട്ട് അവര് കയറി പോകും. അപ്പോ ഈ മലക്കുകൾ, രണ്ട് ഷിഫ്റ്റിലുള്ള മലക്കുകളും നമ്മോടൊപ്പം ഹാജരാകുന്ന രണ്ട് വഖത്തുകൾ സുബഹിയും അസറുമാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്ത് വില കൊടുത്തും ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും ഈ സമയത്ത് നമസ്കാരം നമ്മൾ മുടക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ രാത്രിയുടെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ കയറി ചെല്ലുമ്പോ അള്ളാഹ് ചോദിക്കും, നീ വന്നപ്പോൾ എന്റെ അടിമ എന്ത് ചെയ്യുന്നു? നിസ്കാരത്തിലായിരുന്നു. ഏത്? സുബഹി. ശരി, നീ ഇന്നലെ ചെന്നപ്പോ അവൻ എന്തായിരുന്നു? നിസ്കാരത്തിലായിരുന്നു. ഏത്? തലേ ദിവസത്തെ അസർ.
അതുപോലെ അടുത്ത മലക്കിനോടും ചോദിക്കും. അപ്പൊ ഓരോ ദിവസവും അമലുകൾ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ആഴ്ചത്തെ മുഴുവനായിട്ടുള്ള അമലുകൾ വ്യാഴാഴ്ച ഉയർത്തപ്പെടും. അപ്പോ ജീവിതത്തിൽ നമ്മുടെ അമലുകൾ ഉയർന്നു പോകണം. അതാണ് പരിശുദ്ധ വൃക്ഷത്തിന്റെ ശിഖരങ്ങളെ ഉപമിച്ചിരിക്കുന്നത്. ഇനി പറയുന്നത് എന്താ? തൂത്തി ഉകുലഹ കുല്ലഹീൻ. എപ്പോഴും അതിന്റെ കർഷകന് ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ വൃക്ഷം. നമ്മളും അങ്ങനെ ആകണം. എങ്ങനെ? എല്ലാവർക്കും ഗുണം ഉണ്ടാകണം. നമ്മളെ കൊണ്ട് ഗുണം ഉണ്ടാകണം. ഗുണമില്ലാത്തവൻ മരിച്ചാൽ, ഗുണമില്ലാത്തവന് മരണപ്പെട്ടാൽ ആ നാട് മുഴുവന് സന്തോഷിക്കുമെന്ന അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് മരണപ്പെടുമ്പോൾ ഒന്നുകിൽ അവനെ സന്തോഷിക്കുന്നവനാകും, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നവനാകും. എങ്ങനെയാണ് സന്തോഷിക്കുക? അവന് നല്ലവനാണെങ്കിൽ അവന് ജീവിതത്തിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം വാങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് അവന് സന്തോഷമാണ്. ഇനി ചില ആളുകളും സന്തോഷിക്കുകയില്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. അവരാരെന്നറിയോ? ഈ നാട്ടിൽ ഗുണമില്ലാതെ കിടക്കുന്ന സാധനങ്ങളാണ്. ആ നാട്ടിലെ ജനങ്ങളെ മുഴുവനും സന്തോഷിക്കുന്നവന്റെ മരണത്തിൽ, ഈ നാട്ടിലെ ഈ കോഴികൾ പോലും, ഈ നാട്ടിലെ നായകൾ പോലും, ഈ നാട്ടിലെ ആട്ടിൻകുട്ടികൾ പോലും സന്തോഷിക്കുമെന്നാണ് നമ്മുടെ മരണത്തിൽ. ഈ നാട് പോലും ഈ നാടും ഈ നാട്ടിൽ താമസിക്കുന്ന എല്ലാ ആളുകളും സന്തോഷിക്കുമെന്നും മരിച്ചു കിട്ടിയല്ലോ എന്ന്. അപ്പോ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളവരാകണം. നമ്മൾ ജനങ്ങൾക്ക് ഉപകാരം. അപ്പൊ മുഅ്മിനായ ഒരു മനുഷ്യനെ നമ്മളെ പരിചയപ്പെടുത്താൻ, ഒരു വ്യക്തി എന്ന എന്നെ പരിചയപ്പെടുത്താൻ അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷം, പരിശുദ്ധ വൃക്ഷത്തോടാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി എന്ന് പറയുന്ന, ത്വയ്യിബത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അത് കഴിഞ്ഞോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശ്വസിക്കുന്ന വായു പോലെ ത്വയ്യിബത്താകണം. നമ്മൾ ശ്വസിക്കുന്ന വായു പോലും ത്വയ്യിബത്താകണം. നമ്മുടെ നാടായാ പോരാ, മണ്ണായാ പോരാ, വൃക്ഷങ്ങളായാ പോരാ, നമ്മൾ ശ്വസിക്കുന്ന വായു പോലെ പരിശുദ്ധമാകണം. അതിന് പറയുന്നത് റീഹുൻ ത്വയ്യിബാ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയല്ലോ സൂറത്ത് യൂനുസിലൂടെ. അല്ലാഹു പറയുകയാണ്, ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹരി ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബാ വഫരിഹൂ ബിഹാ. സഹോദരങ്ങളെ, കപ്പലിൽ യാത്ര ചെയ്യുന്നവരെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹരി. കരയിലെ കടലിലും നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കുന്നവനാണ് അല്ലാഹ്. ഹത്താ ഇദാ കുന്തും ഫിൽ ഫുൽകി, നിങ്ങൾ കപ്പലിലായി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ബിരീഹിന് ത്വയ്യിബാ, പരിശുദ്ധമായ കാറ്റ് വന്നിട്ട് കപ്പലിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാ. പരിശുദ്ധമായ കാറ്റ് വന്ന് കപ്പലിനെ കൊണ്ടുപോവുകയാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ കാറ്റെന്ന് പറഞ്ഞാൽ ഇളം തെന്നലാണ്. ആ ഇളം തെന്നൽ വന്ന് ആ കപ്പലിനെ കൊണ്ടുപോകുമ്പോ സഹോദരാ ഫരിഹൂ ബിഹാ, അതിനകത്തുള്ള ആളുകളൊക്കെ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? യാതൊരു അപകടവുമില്ലാതെ കപ്പൽ സുസജ്ജമായി മുന്നോട്ട് പോവുകയാ. അതിന്റെ ചാനലിലൂടെ, സമുദ്രത്തിന്റെ സാഗരത്തിന്റെ ചാനലിലൂടെ അതിങ്ങനെ മുന്നോട്ട് ഗമിക്കുമ്പോ സഹോദരങ്ങളെ, മനോഹരമായ യാത്ര ചെയ്യാൻ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് യാത്രക്കാരെയും എത്രയോ ടൺ ഭാരം വഹിച്ചുകൊണ്ട് കപ്പൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടുടനെ അല്ല പറയുന്നത് അവര് സന്തോഷം അതിക്രമിച്ചു പോയി. അവരുടെ സന്തോഷം അതിര് വിട്ടുപോകുമ്പോ അവസാനം സംഭവിക്കുന്നത് എന്തെന്നറിയോ? അവസാനം സംഭവിക്കുന്നത് ഒരു കൊടുങ്കാറ്റ് വന്ന കപ്പലിനെ തകർത്ത് കളയുകയാണ്. ഒരു കൊടുങ്കാറ്റ് വന്ന് കപ്പലിനെ തകർത്ത് കളയുകയാണ്. സഹോദരങ്ങളെ, അവിടെ കൊണ്ടുപോകുന്ന കാറ്റിനെ ഇളം തെന്നലിനെ പരിചയപ്പെടുത്തിയത് റീഹുൻ ത്വയ്യിബാ എന്ന പരിശുദ്ധമായ കാറ്റെന്ന് പറഞ്ഞുകൊണ്ടാ. നമ്മുടെ ചുറ്റും അടിച്ചു വീശുന്ന കാറ്റ് കൊടുങ്കാറ്റായാ പോരാ, അടിച്ചു വീശുന്ന കാറ്റ് ഓക്കിയായാ പോരാ. സഹോദരങ്ങളെ, ഒരിക്കലും കൊടുങ്കാറ്റായ നമ്മുടെ ജീവിതത്തിന്റെ ആ അവസ്ഥ
അവസ്ഥ തന്നെ താളം തെറ്റിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ കൊള്ളേണ്ട കാറ്റ് പരിശുദ്ധമായ കാറ്റാ. അന്തരീക്ഷം പോലും തയ്യിബത്താകണമെന്നാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമല്ല മുസ്ലിമേ, നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്ന കാറ്റ് പോലും പരിശുദ്ധമാകണമെന്നാണ്. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ സമീപനമാണ്, ഒരു മുസ്ലിമിന്റെ സമീപനമാണെങ്കിൽ കേട്ടോ. പരിശുദ്ധമായ കാറ്റടിച്ച് വീശുന്ന നാട്ടില്, പരിശുദ്ധമായ മണ്ണുള്ള നാട്ടില്, പരിശുദ്ധമായ വ്യക്തിത്വമുള്ള ഞാനും നിങ്ങളോ നല്ല ഒരു ഭവനമുണ്ടാക്കുമല്ലോ. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വീടാണല്ലോ. ആ വീട് എങ്ങനത്തെ വീടാകണം? മസാകിനു ത്വയ്യിബാ, അതും പരിശുദ്ധമായ മസ്കനാകണമെന്ന അവിടെയും അല്ലാഹു പരിചയപ്പെടുത്തിയത് ത്വയ്യിബത്തായ മസ്കനം എന്നാണ്. സൂറത്തു തൗബയിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുന്നുണ്ട്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാതി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബാ ഫീ ജന്നാതി അദ്നിൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാ, എന്റെ മുന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളെ വൽ മുഅ്മിനാത്ത്, എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരാകുന്ന മുഅ്മിനത്തുകളായ വിശ്വാസിനികളായ ഒരു സമൂഹത്തിന് അല്ലാഹു കൊടുക്കുന്നത് എന്തെന്നറിയോ? അല്ലാഹു വാഗ്ദാനം ചെയ്യുകയാണ്, ജന്നാത്തിന തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തെ കളകളാരവം മുഴക്കുന്ന അരുവികളുള്ള തോട്ടങ്ങളെല്ലാം നൽകുന്നതാണ്. ആ തോട്ടങ്ങൾ മാത്രമല്ല, സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊട്ടാരമാണെന്ന് ചിന്തിക്കണ്ട. സ്വർഗമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം തോട്ടമെന്നാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊട്ടാരമാണെന്ന് കരുതണ്ട. നമ്മൾ കരുതുന്നത് എന്താണ്? സ്വർഗം എന്ന് പറഞ്ഞാൽ വെള്ള കൊട്ടാരം. അല്ലല്ല, സ്വർഗം എന്ന് പറഞ്ഞാൽ തോട്ടം, ജന്നത്ത്. അതുകൊണ്ടാണ് പള്ളി വെച്ചു കൊടുക്കുന്നവന് എന്താ പറഞ്ഞത്? ഒരു കുരുവി കൂടിന്റെ അളവ് ഒരാൾ ഒരു പള്ളി വെച്ചു കൊടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, തോട്ടത്തിൽ അല്ലാഹു ഒരു കെട്ടിടം പണിത് കൊടുക്കും. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ചില അമലുകൾ, ഈ വീട് നിർമ്മിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതെ അല്ലാഹ് നീ എനിക്ക് സ്വർഗം താ, അല്ലാഹ് സ്വർഗം താ എന്ന് പറഞ്ഞാൽ വെറും തോട്ടം മാത്രം അല്ലാഹ് തന്നേക്കും. അപ്പൊ വീടുണ്ടാക്കാനുള്ള കാര്യം കൂടെ ചെയ്തിട്ട് പോണം. വീടുണ്ടായാൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കണമെന്നല്ലേ ദുനിയാവിൽ? ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ഒരു റിപ്പോർട്ടിൽ, സുബ്ഹാനല്ലാഹ് അത് മറ്റൊരു റിപ്പോർട്ടിൽ. തസ്ബീഹ് ചൊല്ലിയാൽ അവന് നാളെ ആ സ്വർഗത്തിൽ അഥവാ തോട്ടത്തില് അവന് വൃക്ഷങ്ങളെ, സസ്യങ്ങളെ നട്ടുപിടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് തോട്ടമുണ്ടെന്നേ അർത്ഥമുള്ളൂ സ്വർഗം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യനും ഒരു മുഅ്മിനായ ആണിനും പെണ്ണിനും അല്ലാഹു വഅദ ചെയ്യുന്നു ജന്നാത്തിൻ, തോട്ടം. തോട്ടം തജ്രി മിൻ തഹ്തിഹാ, തോട്ടത്തിന്റെ അടിവാരത്ത് കൂടി ഒഴുകുന്നു അൽ അൻഹാറു, നദികൾ. എന്നിട്ടോ അല്ലാഹ് തോട്ടവും അരുവിയും മാത്രമല്ല തരുന്നത്, ഖാലിദീന ഫീഹാ, ആ തോട്ടത്തിൽ അവരെ ശാശ്വതരാകും. മാത്രമല്ല വമസാകിന ത്വയ്യിബാ, പരിശുദ്ധമായ വീടും അവിടെ ആ തോട്ടത്തിൽ അല്ലാഹു പണി കഴിപ്പിക്കുന്നതാണ്. ഫി ജന്നാത്തി ആദിൻ, ഏദൻ തോട്ടത്തില് അല്ലാഹു തആല മനോഹരമായ ഒരു വീടും നിനക്ക് നിർമ്മിച്ചു തരും. അപ്പൊ മുഅ്മിനാകണം. മുഅ്മിനായ അല്ലാഹു തരുന്നത് മസാകിന ത്വയ്യിബ, പരിശുദ്ധമായ വീട്, പരിശുദ്ധമായ വീട്. എന്നാൽ ആ സ്വർഗത്തിന്റെ പരിശുദ്ധിയുള്ള ഭൂമിയിലെ ചില ഇടങ്ങളുണ്ട്, അതും ത്വയ്യിബത്തായ മസ്കനാണ്. അതേതാണ്? നമ്മുടെ പള്ളി അത് പരിശുദ്ധമല്ലേ? ആ പരിശുദ്ധമായ പള്ളി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ സ്വർഗത്തിന് സമാനമാണ്. സ്വർഗത്തിന് സമാനമാണ്. നമ്മുടെ മദ്രസകൾ അത് സ്വർഗത്തിന് സമാനമാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണ്? നിങ്ങൾ നടന്നു പോകുമ്പോ സഹാബത്തെ ഇൽമിന്റെ സദസ് കണ്ടാൽ നിങ്ങൾ അതിനകത്ത് കയറി ഇരിക്കണം എന്ന് അത്ര വ്യക്തമാക്കി നബി തങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കാതെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ നടന്നു പോകുമ്പോ ചില തോട്ടങ്ങൾ, സ്വർഗത്തിന്റെ തോട്ടം കാണും, അവിടെ നിങ്ങൾ കയറി ഒന്ന് മേഞ്ഞിട്ട് പോകണം എന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ. അതേതാ? ഈ ഇൽമിന്റെ മജ്ലിസാണ്.
ഇൽമിന്റെ മജ്ലിസാൻ, മദ്രസകൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ തോപ്പ. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഇൽമു പഠിക്കാൻ വേണ്ടി, വഅള് കേൾക്കാൻ വേണ്ടി ഇറങ്ങി വീട്ടിൽ നിന്ന് വന്ന വഴിയിൽ പാതി വഴിയിൽ മരിച്ചുപോയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം സ്വർഗത്തിന്റെ വഴിയിലാണ് അവൻ പ്രവേശിച്ചത്, അവന് സ്വർഗം ഉറപ്പാണ്. മദ്രസയിൽ പഠിക്കാൻ പോകുമ്പോൾ മരണപ്പെട്ടാൽ, ദറസിൽ പഠിക്കാൻ പോകുമ്പോൾ മരണപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ഇൽമിനെ തേടിയുള്ള വഴികളിൽ മരണപ്പെട്ടു പോകുന്നവന് സ്വർഗമുണ്ടെന്ന് പറയാൻ കാരണം അവൻ സ്വർഗത്തിലേക്കാണ് നടന്നു പോയത്. നമ്മുടെ മദ്രസകൾ സ്വർഗ സമാനമാണ്, നമ്മുടെ പള്ളികൾ സ്വർഗ സമാനമാണ്, നമ്മുടെ വീടുകൾ സ്വർഗ സമാനമാണ്. നമ്മുടെ വീടുകൾ സ്വർഗ സമാനമാണ് അല്ലേ? നമ്മുടെ വീടുകൾ സ്വർഗ സമാനമാണ്, ഒരു സംശയവും വേണ്ട. എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്? യാ ആദമുസ്കുൻ അൻത വസൗജുക്കൽ ജന്ന. നിങ്ങൾ സ്വർഗത്തെ നിങ്ങളുടെ ഭാര്യ കൂടി മസ്കനാക്കിക്കോ. മസ്കൻ എന്ന് പറഞ്ഞാൽ വീട്. അപ്പൊ സ്വർഗത്തെ നിങ്ങൾ മസ്കനാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വീട് സ്വർഗമാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ സന്തോഷത്തോടു കൂടി ഒരു വീട്ടിൽ കഴിയുന്നു. നമ്മുടെ ഈ കുറക്കോട് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരു വാപ്പ, ഒരു ഉമ്മ, അവരുടെ കുഞ്ഞു മക്കള്, അല്ലെങ്കിൽ വാപ്പ, ഉമ്മ, മരുമകൾ, മകൻ, അവരുടെ ഫാമിലി, അല്ലെങ്കിൽ മകൾ, മരുമകൻ, അവരുടെ ഫാമിലി, അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ദീനനുസരിച്ച് ജീവിക്കുന്നവരായാൽ എവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ മരണപ്പെടുമ്പോ ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹ. ഈ പറഞ്ഞ അദിൻ, ജന്നാത്തു അദിനിൻ, ഈ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, എവിടെ? ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്? വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദിൻ. ഏദൻ തോട്ടത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധ ഭവനം തരുമെന്ന് പറഞ്ഞു. ആ ഭവനത്തിൽ പോകാൻ കാരണം ജന്നാത്തു അദിനി യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. വിശുദ്ധ ഖുർആൻ. അവന്റെ കുടുംബം, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, മക്കള്, മാതാപിതാക്കൾ എല്ലാവരോടൊപ്പം സുഖമായിട്ട് അവര് സ്വർഗത്തിൽ താമസിക്കുമെന്നാണ്. അപ്പൊ അവിടെ പോകണമെങ്കിൽ ഇവിടെ നമ്മുടെ വീട് സ്വർഗമാകണം, നമ്മുടെ വീട് സ്വർഗമാകണം. അതിന് നമ്മുടെ വീട് ത്വയ്യിബത്താകണം, നമ്മുടെ ഭവനം ത്വയ്യിബത്താകണം. എന്റെ പ്രിയപ്പെട്ടവരെ, നാട് ത്വയ്യിബത്തായ പോരാ, നമ്മുടെ നാട് ത്വയ്യിബത്തായ പോരാ, നമ്മുടെ മണ്ണ് ത്വയ്യിബത്തായ പോരാ, നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന വൃക്ഷം ത്വയ്യിബത്തായ പോരാ, ആ വൃക്ഷത്തിലെ തഴുകി തലോടി പോകുന്ന ഇളം തെന്നലാകുന്ന ആ കാറ്റുകൾ പരിശുദ്ധമായ പോരാ. നമ്മുടെ വീട് പരിശുദ്ധമാകണ്ടേ. പരിശുദ്ധമായ ഭവനമായാൽ നാളെ അള്ളാന്റെ സ്വർഗലോകത്ത് ആ കുടുംബാദികളോടൊപ്പം നാളെ കിടക്കാൻ പറ്റുമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ വീടായി, ഒരു നാടായി, നാട്ടിലെ മണ്ണായി, ഒരു മനോഹരമായ വീടായി, വീടിന്റെ മുറ്റത്ത് മരങ്ങളായി, എല്ലാമായി. ഇനിയൊരു കല്യാണം കഴിക്കണ്ടേ? ഇനിയൊരു കല്യാണം കഴിക്കണ്ടേ? ഇനിയൊരു വിവാഹം കഴിക്കണം. അതിനെന്താ വേണ്ടത്? കഴിക്കാൻ പോകുന്ന പെണ്ണും ത്വയ്യിബത്താകണം. കഴിക്കാൻ പോകുന്ന പെണ്ണും, ഇതെത്രയും ഖുർആനാണ് ഈ പറയുന്നത്. കഴിക്കുന്ന ഫുഡ് ഹലാൽ ഫുഡ് മാത്രമല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാൻ. നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെണ്ണ് അതാകണം, ത്വയ്യിബത്താകണം. അതാണ് അല്ലാഹ് സൂറത്തുൻ നിസായിലൂടെ പറഞ്ഞത്. ഫൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാ മസ്നാ വസുലാസ വറുബാ ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലൂ ഫവാഹിദാ. അല്ലാഹ് പറയുകയാണ്, ഫൻകിഹൂ, നിങ്ങൾ നിക്കാഹ് കഴിക്കുക, മാ ത്വാബ ലക്കും, നിങ്ങൾക്ക് പരിശുദ്ധമായതിനെ. ത്വാബ എന്ന് പറഞ്ഞാൽ ത്വയ്യിബത്തായതിനെ, ത്വാബ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായതിനെ. സ്ത്രീകളിൽ നിന്ന് പരിശുദ്ധവതികളെ കല്യാണം കഴിക്കണം. ഗൗരവത്തോടെ കേൾക്കണേ, ഒരല്പം ഒന്ന് ശ്രദ്ധിക്കണം. ഇന്ന് പാർലമെന്റിൽ ഒരു തീരുമാനം വന്നോ ഇല്ലെന്ന് അറിയില്ല. വന്നാ എന്ത് പറഞ്ഞേ? 2 ദിവസം, 2 വർഷം, 2 വർഷം കഴിഞ്ഞ് ആസൂത്രണം ചെയ്യും. 2 വർഷം കഴിഞ്ഞിട്ട് ആ നിയമം പ്രാബല്യത്തിൽ വരൂ എന്ന് പറയുന്നു. രക്ഷപ്പെട്ടു. എന്താ കാര്യം എന്നറിയോ? പ്രസിഡന്റ് ഒപ്പിടണമെങ്കിൽ 2 വർഷം കഴിയണം. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സമുദായം എത്ര വേദനിച്ചെന്നറിയോ?
ഈ സമുദായത്തിന് 18 വയസ്സുള്ളപ്പോ കെട്ടിച്ചു വിട്ട് ബാധ്യത ഒഴിക്കണമെന്നുള്ളത് കൊണ്ടല്ല. 18 വയസ്സായി ഒരു പെണ്ണിന്റെ പ്രായത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് എത്ര വയസ്സാണ്? 17 to 18. അതാണ് എഴുത്തുകാരും ചിന്തകരും മുഴുവനും പറയുന്നത്. മധുര 21 എന്ന് പറയില്ല, പറയുന്നത് എന്താ? മധുര 17 എന്ന് പറഞ്ഞ എന്താണ്? ആ പ്രായമാണ് നല്ല പ്രായം. പക്വതയില്ലെന്ന് ആര് പറഞ്ഞു? പക്വതയില്ലെന്ന് ആരാ പറഞ്ഞത്? എന്നിട്ട് പെൺകുട്ടികൾക്ക് പക്വത വരുന്നത് 17ാമത്തെ വയസ്സിൽ. അവർക്ക് പക്വത വരില്ലേ? ആ പക്വത വരുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതിനു വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ട വാപ്പ കഷ്ടപ്പെട്ട് തന്റെ പൊന്നുമോളെ നിക്കാഹ് കഴിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വന്ന് അതിനു വേണ്ടി പണിയെടുത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എത്ര മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഒന്ന് നിക്കാഹ് കഴിച്ചെങ്കിലും വെക്കണം ഉസ്താദേ. അവർ തമ്മിൽ ഫോൺ വിളിയുണ്ട്, അവര് ഇടയ്ക്കൊക്കെ സ്കൂളിലും കോളേജിലും പോയി കാണുന്നുണ്ട്. അള്ളാഹു അറിയുന്ന രീതിയിൽ നമുക്കൂടെ അതിന് കാരണക്കാരായ നമുക്കൂടെ ശിക്ഷ കിട്ടൂലേ, അതുകൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചങ്ങ് വെക്കാം, കല്യാണം പിന്നെ നടത്താം എന്ന് പറഞ്ഞിട്ട് എത്ര മാതാപിതാക്കൾ നിക്കാഹ് കഴിപ്പിച്ചു വെക്കുന്നു. പെണ്ണുങ്ങൾ മോശക്കാരി ആയതുകൊണ്ടല്ല, മറിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ആ പെൺകുട്ടിയെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് അവളുടെ സുഖവിവരങ്ങൾ ചോദിക്കുന്ന പ്രതിശ്രുത വരൻ അവളെ വിളിക്കൽ നിഷിദ്ധമാണ്. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിക്കാഹ് കഴിപ്പിച്ചു വെക്കുന്നു പല വീടുകളിലും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ 21 വയസ്സ് വേണോന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇവിടെ ഒരാൾ പ്രായപൂർത്തിയാകുന്ന പ്രായം 18ആണ്. വോട്ടർ പട്ടികയിൽ നമുക്ക് പേര് വരികയും വോട്ടവകാശം വരികയും ചെയ്തത് 18ാമത്തെ വയസ്സാണ്, അല്ലേ? 21 അല്ലല്ലോ, 18 വയസ്സായ ഒരു, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 21 വയസ്സ് വേണം വിവാഹത്തിന് എന്ന് പറയുന്നതിലുള്ള അതിന്റെ പിന്നിലുള്ള ഒരു അപ്രായോഗികത, അതാണ് ഈ പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ? 18 വയസ്സായ ഒരു പെണ്ണ്, കൊറക്കോടുള്ള ഒരു പെണ്ണ്, 18 വയസ്സായ കൊറക്കോടുള്ള ഒരു ചെറുപ്പക്കാരൻ, രണ്ടുപേരും ഇവിടെ ഈ വഴിയരികിൽ നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനൊത്ത് എന്ത് ചെയ്താലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി നമ്മൾ കൊണ്ടൊന്ന് കേസ് കൊടുത്തെന്നിരിക്കട്ടെ, വാപ്പ കണ്ടിട്ട് കേസ് കൊടുത്തെന്നിരിക്കട്ടെ, കോടതിയിൽ വിളിപ്പിച്ചിട്ട് പെണ്ണിനോട് ചോദിക്കും, എന്തായി ചെയ്തത്? നിന്റെ ഇഷ്ടപ്രകാരം തന്നെയാണോ? അതെ, എന്റെ ഇഷ്ടപ്രകാരമാണ്. ശരി, പൊക്കോളൂ, ഇന്ത്യയുടെ നിയമം അതാ, നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു, സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ആ വാപ്പ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. ഇനി ഈ വാപ്പ 18 വയസ്സായ മകൾക്ക് ഒരു വിവാഹാലോചന ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ആരിൽ നിന്നൊക്കെയോ കടം വാങ്ങി 10 പവൻ ഉണ്ടാക്കിയിട്ട് ഈ മകളെ ഈ കുറക്കോട് പള്ളിക്കകത്ത് വെച്ച് കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പാവപ്പെട്ട ഉപ്പ ആ പൊന്നുമോളെ തനിക്ക് വേണ്ടി കണ്ടെത്തിയ പുതിയാപ്പയുടെ കൈ പിടിച്ചേൽപ്പിച്ചിട്ട് പൊന്നുപോലെ നോക്കണേ, പൊന്നുപോലെ നോക്കണേ, ഉസബ്ബിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നിനക്ക് പറ്റില്ല എന്ന് കണ്ടാൽ ഈ കൊടുത്ത ചോറൊക്കെ ഞാൻ സഹിച്ചോളാം, നീ അടിച്ചു പൊട്ടിക്കാതെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം എന്നതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പെണ്ണിന്റെ വാപ്പ പെണ്ണിനെ ഒരു പുതിയാപ്പയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് 18ാമത്തെ വയസ്സിലാണെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ വാപ്പാകത്ത് പോകും. ഇതേ പെണ്ണ് വേറൊരു പുരുഷനുമായിട്ട് എവിടെയെങ്കിലും സല്ലപിക്കുന്നത് കണ്ടാൽ വാപ്പ പരാതി കൊടുത്താലും വാപ്പാക്കെതിരെ വല്ല പെണ്ണിനെതിരെ കേസ് ഉണ്ടാവൂല. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം എന്തുമാവുന്ന കാലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ എന്ത് യുക്തിയാണ്? അനുവദനീയമായ മാർഗത്തിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള സൗകര്യം നിഷേധിക്കപ്പെടുന്നു. അതേപോലെ ആ പെണ്ണിന് 18 വയസ്സായി കഴിഞ്ഞാൽ ആരുമായിട്ടും എന്തുമാകാൻ കഴിയുന്നു എന്നൊരവസ്ഥ എത്തപ്പെടുന്നു. അങ്ങനെ ഒരു രാജ്യത്തിന് നിയമമുണ്ടായാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ വിഷയത്തിനെതിരെ, അല്ലാതെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം 21 വയസ്സ് വരെ നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തടസ്സമുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കെതിരെ ബാധ്യതയാണെന്നോ ഉള്ളതിന്റെ പേരിലല്ല, മറിച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ അനുവദനീയമായ മാർഗത്തിൽ അവളെ ഒരു മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ ഒരു കടമ പൂർത്തീകരിച്ച് ആ പ്രിയപ്പെട്ട മകൾ നല്ലൊരു ജീവിതം കാണാനുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ്. അപ്പൊ നമ്മൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന പെണ്ണാരാകണം?
ത്വയ്യിബത്താകണം. അതാണ് അല്ലാഹ് പറഞ്ഞത്, ത്വയ്യിബത്തായ നിലയിലുള്ള പെണ്ണുങ്ങളെ നീ വിവാഹം കഴിക്കണം. എങ്ങനെ? മസ്ന 2 വേണോ? സുലാസ് 3 വേണോ? റുബാ 4 വേണോ? കെട്ടിക്കോ. നിങ്ങൾ ചെരുപ്പൊന്നും ഊരണ്ട പെണ്ണുങ്ങൾ ബാക്കി കൂടെ പറഞ്ഞോട്ടെ. 2 3 4 നിങ്ങൾക്ക് കെട്ടാം എന്ന് പറഞ്ഞാൽ നടന്ന് പെണ്ണ് കെട്ട് എന്നല്ല ഇതിന്റെ അർത്ഥം. ആ കാലഘട്ടത്തിൽ 10, 200, 400 പെണ്ണിനെ കെട്ടുന്നവരോട് ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങൾ അത്രയും കെട്ടരുത്, 1 കെട്ട്, വേണമെങ്കിൽ 2 ആയിക്കോ, ഇനി അപ്പുറത്ത് വേണമെങ്കിൽ 3 ആയിക്കോ, ഇനി അങ്ങേ അറ്റം വേണമെങ്കിൽ 4 ആയിക്കോ, 5ാമതൊരു പെണ്ണിനെ നീ കെട്ടരുത്. ഈ 2, 3, 4 എന്ന് പറഞ്ഞത് നീതിയോടെ നിനക്ക് അവരെ നോക്കാൻ പറ്റുമെങ്കിലാണ്. ഇല്ലെങ്കിൽ ഫവാഹിദ, ഒരു പെണ്ണിൽ നീ സംതൃപ്തനാകണമെന്ന് ഖുർആൻ. എവിടെയാണ് ഇതിന്റെ അർത്ഥം? എവിടെയാണ് ഇതിൽ മോശമുള്ളത്? ഇസ്ലാം പറഞ്ഞത് 4 കെട്ട്. ഇന്നിപ്പോ ആളുകൾ പറയാ 4 കെട്ട അനുവാദം കൊടുക്കുന്നു, 4 കെട്ട അനുവാദം കൊടുക്കുന്നു. എടാ, ഒരു പെണ്ണ് കെട്ടുന്നതിലും അള്ളാഹു നിയമം വെച്ചു. എന്താ നിയമം എന്നറിയോ? ആഗ്രഹമുണ്ടോ പെണ്ണ് കെട്ടണമെന്ന്? നിനക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രം പോരാ, ആരോഗ്യമുണ്ടോ? ഉണ്ട്, ആരോഗ്യമുണ്ട്. അത് മാത്രം പോരാ, കയ്യിൽ പൈസ ഉണ്ടാ മഹർ കൊടുക്കാൻ? ഉണ്ട്. എന്നാ നീ പോയി പെണ്ണ് കെട്ട്. അള്ളാഹുവേ, എനിക്ക് ആരോഗ്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷെ മഹർ കൊടുക്കാവുന്നില്ല എന്ന് നീ അധ്വാനിക്ക് പോയി പൈസ ഉണ്ടാക്കിയിട്ട് പെണ്ണ് കെട്ടിയാ മതി. ഇനി പൈസയൊക്കെ ഉണ്ട്, ആഗ്രഹമില്ല, പിന്നെ എന്തിനാ നീ പെണ്ണ് കെട്ടുന്നത്? ഇനി ആഗ്രഹമുണ്ട്, പൈസയുണ്ട്, പക്ഷേ ആഗ്രഹവും പൈസ ഒക്കെ എന്റെ കയ്യിലുണ്ട്, ആരോഗ്യമില്ല, എന്നാലും നീ പെണ്ണ് കെട്ടരുത്. എന്ത് വേണം? നിനക്ക് ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നിൽ ഷർത്തൊക്കാതെ വന്നാൽ നീ മര്യാദയ്ക്ക് ആ പള്ളിക്കകത്ത് കയറി നോമ്പും പിടിച്ചിരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഫഅലൈഹി ബിസ്സൗം. നീ നോമ്പ് പിടിച്ചുകൊണ്ട് നീ വീട്ടിനകത്ത് അടങ്ങി കഴിയണം. അത് നിനക്ക് നിന്റെ വികാരത്തിൽ നിന്ന് നിന്നെ മാറ്റിക്കളയുന്ന ഒരു പ്രക്രിയയാണ്. നോമ്പ് പിടിച്ച് നീ ഇബാദത്തെടുത്ത് നീ നിന്റെ വികാരത്തിൽ നിന്ന് മാറി നിൽക്കണം. ആരോഗ്യമില്ലെങ്കിലും കൊടുക്കാം മഹർ നിന്റെ കയ്യിലില്ലെങ്കിലും. ഇത് പറയുന്ന മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിനോട് പറയാണ്, നടന്ന് പെണ്ണ് കെട്ടാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു എന്നല്ല. 100, 200 കെട്ടി സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു അരുത്, അങ്ങ് അറ്റം പോയ 4. ഈ 4 പറയുന്നത് തന്നെ നിനക്ക് നീതിയോടുകൂടി, നീതി എന്ന് പറഞ്ഞാലേ നിസ്സാര കാര്യമല്ല. ഒളിച്ചു പോയി പെണ്ണ് കെട്ടുന്നവരെ സൂക്ഷിക്കണം. അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പെണ്ണ് വേറെ എവിടെയെങ്കിലും പോയി ഒരു പെണ്ണ് കെട്ടിയാൽ സൂക്ഷിക്കണം. രാത്രി ഓഹരിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ തുല്യത കാണിക്കണം. രാത്രി ഓഹരിച്ചു കൊടുക്കുന്നതിൽ, കഴിക്കുന്ന ഫുഡിൽ ഒരു പെണ്ണിന്റെ വീട്ടിൽ വേളയും മറ്റൊരുത്തിന്റെ വീട്ടിൽ വാളയും വാങ്ങിക്കൊടുത്താലും നീ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഒരു സംശയമില്ല. ഒരുത്തിയുടെ വീട്ടിൽ ചൂരയും മറ്റൊരുത്തിയുടെ വീട്ടിൽ പാരയും വാങ്ങിക്കൊടുത്താലും നിനക്ക് പ്രശ്നമാണ്. നീ നീതിയോടുകൂടി നീ വർത്തിക്കണം. കഴിക്കുന്ന ഭക്ഷണത്തിലും കിടക്കുന്ന കിടക്കയിലും നീ അവൾക്ക് കൊടുക്കുന്ന മറ്റുള്ള സൗകര്യങ്ങളിലൊക്കെ നീതി പുലർത്താൻ നിനക്ക് കഴിയോ? എന്നാൽ മാത്രമേ നീ ഒന്നിനപ്പുറത്തിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഫവാഹിദ, ഒരെണ്ണത്തിൽ നീ ഉറപ്പിക്കണം, നീ അത് അവസാനിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മുടെ വിഷയം അതല്ല. എങ്ങനെയുള്ള പെണ്ണാകണം? ഫംഗിഹൂ മാ താബലകും മിനൻ നിസാ, പെണ്ണുങ്ങളിൽ ത്വയ്യിബത്തായതിനെ നീ കല്യാണം കഴിക്കണമെന്ന വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ വീട്ടിനകത്തൊരു ഭാര്യ വന്നു, ആ ഭാര്യ ത്വയ്യിബത്തായി, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എന്താണ്? ആ ഭാര്യയോടൊപ്പം തന്റെ ജീവിതത്തില് അള്ളാഹു 1 കൊല്ലം കഴിയുമ്പോ 9 മാസം 10 ദിവസം കഴിയുമ്പോ നിനക്ക് തരുന്നത് പൊന്നുമക്കളാണ്. ആ മക്കളും ത്വയ്യിബത്താകണമെന്ന മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ പഠിപ്പിക്കുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. എന്തിനാ ദുആ ചെയ്തതെന്നറിയോ സഹോദരങ്ങളെ? ഒരു സന്താനത്തിന് വേണ്ടി സക്കരിയ നബി ദുആ ചെയ്യുകയാണ്. ഖാല റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബാ.
പടച്ചവനെ ത്വയ്യിബത്തായ സന്താനത്തെ എനിക്ക് തരണേ അല്ലാ. അവിടെയും ത്വയ്യിബത്തിനെയാണ് പറഞ്ഞത്. വീട് ത്വയ്യിബത്തായ പോരാ, നാട് ത്വയ്യിബത്തായ പോരാ, മണ്ണ് ത്വയ്യിബത്തായ പോരാ, വൃക്ഷങ്ങൾ ത്വയ്യിബത്തായ പോരാ, വ്യക്തിത്വം ത്വയ്യിബായ പോരാ, കഴിക്കുന്ന ഭാര്യ ത്വയ്യിബത്തായ പോരാ, സന്താനങ്ങളും അങ്ങനെ ആകണം. അതുകൊണ്ടാണ് ദുആ ചെയ്തത്, റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുരിയതൻ ത്വയ്യിബാ. പടച്ചവനെ ത്വയ്യിബത്തായ ഒരു ദുരിയത്തിനെ എനിക്ക് തരണേ അല്ലാ. ഇന്ന് മക്കള് പിഴച്ചു പോകുമ്പോൾ ദ്വാരക്കുന്നു അല്ലേ? എപ്പോഴാ ദ്വാരക്കേണ്ടത്? എപ്പോഴാ ദ്വാരക്കേണ്ടത്? ദുആ ചെയ്യേണ്ടതും മക്കള് പിഴച്ചു പോകുമ്പോ ആ മക്കളെ കൈ പിടിച്ചിട്ട് നേരെ കൊണ്ടുവന്ന് ഉസ്താദിന്റെ മുമ്പിൽ എത്തിയിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ദ്വാരന്ന് നന്നാക്കിത്ത, നിങ്ങളൊരു നൂലെങ്കിലും ഓതി കൊടുത്തിട്ടൊന്ന് നന്നാക്കിത്ത. ഇത് പറയേണ്ടത് മക്കള് കഞ്ചാവ് വെച്ച് നടക്കുന്ന പ്രായത്തിലല്ല. അടക്കയാണെങ്കിൽ നമ്മുടെ ഈ അരയിൽ വെക്കാം, പക്ഷെ അടക്ക മരമായ പിന്നെ വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാലും മക്കള് പിഴച്ചിട്ടല്ല ദ്വാരക്കേണ്ടത്. സക്കരിയ നബി ദ്വാരന്നത് എപ്പോഴാണ്? ഹന്ന ബീവി മറിയം ബീവിക്ക് വേണ്ടി ദ്വാരന്നത് എപ്പോഴാണ്? സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ എന്ന പ്രവാചകന് വേണ്ടി ദ്വാരന്നത് എപ്പോഴാണ്? സക്കരിയ നബി തനിക്ക് വരാൻ പോകുന്ന പുത്രനെ പറ്റി ദ്വാരന്നത് ഭാര്യ ഗർഭിണിയായപ്പോഴല്ല, സഹോദരങ്ങളെ പ്രസവിച്ചതിന് ശേഷമല്ല, മക്കൾ വളർന്നു വരുമ്പോഴല്ല, വളർച്ച മുരടിക്കുമ്പോഴല്ല, മതപരമായി പിന്നോക്കം നിൽക്കുമ്പോഴല്ല. എപ്പോഴാണ്? വിവാഹ പ്രായമെത്തുമ്പോ, വിവാഹം കഴിക്കുമ്പോ. ആ സമയത്ത് നീ ദ്വാരക്കണ, റബ്ബി ഹബിലി ദുരിയതൻ ത്വയ്യിബാ. അല്ലാഹുവേ ത്വയ്യിബത്തായ സന്താനങ്ങളെ തരണേ അല്ലാ. എന്നാ നീയോ ദ്വാരക്കുന്നില്ല. നിനക്ക് വേണ്ടി ദ്വാരക്കുമ്പോഴെങ്കിലും ഒരു ആമീൻ പറ. അതാണ് നിക്കാഹിന്റെ സദസ്സുകളുടെ നോക്ക്. നിക്കാഹിന്റെ സദസ്സിൽ നോക്ക്, പുതിയാപ്പിളയെ കൊണ്ടിരുത്തിയിട്ട് എല്ലാം കഴിഞ്ഞ് കബുൽത്തും അതുപോലെ തന്നെ കബൂലും ഈജാബും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മകളെ പിന്നെ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു സല്ലല്ലാഹു തആല വസല്ലം എല്ലാം പറഞ്ഞിട്ട് ഫാത്തിഹ ഫാത്തിഹ അടിച്ചിട്ട് ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വദത്തൈനിയും ഒക്കെ ഓതിയിട്ട് ഖതീബ് ദുആരക്കും. നമ്മൾ കരുതുന്നത് എന്താ? ഇത് മഹല്ലിന്റെ സംവിധാനത്തിന്റെ ഒരു മാമൂലാണത്രേ. ദുആ ചെയ്യാതെ ഇമാമ് സദസ്സിൽ എഴുതി വന്നു നോക്കട്ടെ. ആ പള്ളിയിൽ അടുത്ത ഇമാമ് സുബഹിക്ക് വേറെ ഇമാമ് വരും. നിക്കാഹിന്റെ വേദിയിൽ നിന്ന് ഇമാമ് ദുആരക്കാതെ ഇറങ്ങി വന്നു നോക്കട്ടെ, എന്താ സംഭവിക്കുക? ആ പള്ളിയിൽ വേറെ ഇമാമാകും. നീ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിന്റെ പള്ളിയായിരിക്കണം. ഈ അടുത്ത സമയത്ത് പറഞ്ഞ ഒരു നിക്കാഹിന് വിളിച്ചൊരു സഹോദരൻ, ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവൂല. അവൻ പറഞ്ഞു ഒന്ന് വന്നെങ്കിൽ കൊള്ളാം. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവുമെങ്കിൽ വരാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇല്ലാത്ത തന്നെ നന്നായി, ആകെ പ്രശ്നമായി. എന്തു പറ്റി? അവര് ദുആ ചെയ്യാത്ത കൂട്ടരാ. അവര് ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരറ്റ പോക്ക്, ഒരറ്റ ഓട്ടം. അവര് പുതിയാപ്പിളക്ക് പിന്നെ ഈ ദ്വാരെന്നാൽ എന്ത്, ചെയ്തില്ലെങ്കിൽ എന്ത്? എടാ നീയോ ദ്വാരക്കുന്നില്ല, റബ്ബി ഹബിലി ദുരിയതൻ ത്വയ്യിബ, നീ ദ്വാരക്കുന്നില്ല. എന്നാൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇമാം ദുആരക്കുന്നത്? അല്ലാഹുവേ അല്ലാഹുമ്മ ഖ്രിജ് ലഹുമാ ദുരിയതൻ ത്വയ്യിബതൻ തൻഫഉ ലഹുമാ ഫിദ് ദുനിയ വൽ ആഖിറ. ആഖിറത്തിലും ദുനിയാവിലും ഉപകരിക്കുന്ന മക്കളെ നീ കൊടുക്കണേ ഈ രണ്ട് ദമ്പതികൾക്ക് എന്ന് പറഞ്ഞ് ദുആരക്കുമ്പോൾ ഏവ ഇങ്ങനെ ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല വായി നോക്കി ഇങ്ങനെ ഇരിക്കായിട്ട് പിന്നെ ഷൂവും കോട്ടൊക്കെ ഇട്ടിട്ട് ഏവ ഇരുന്ന ആമീൻ ആത്മാർത്ഥ. നീയോ ചെയ്യുന്നില്ല, നിനക്ക് വേണ്ടി ചെയ്യുമെങ്കിൽ ഒരു ആമീനെങ്കിലും പറഞ്ഞൂടെ? ഇത് ഇങ്ങനെയാണ് ദുആരക്കുന്നതെന്ന് അറിയണ്ടേ? എനിക്ക് എന്റെ ഭാര്യയും ഞാൻ ഭാര്യയെ സ്വീകരിക്കാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തിൽ എനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ രാത്രികളിൽ ഞങ്ങൾക്ക് റബ്ബ് തരാൻ പോകുന്ന കുഞ്ഞ് സന്തോഷമുള്ള അനുഗ്രഹീതനായ കുഞ്ഞാകാൻ വേണ്ടിയിട്ടാണ് ഈ മൊയ്ലിയാരെ ദ്വാരക്കുന്നത് എന്ന സാമാന്യ ഓർമ്മയെങ്കിലും ബോധമെങ്കിലും ചെറുപ്പക്കാർക്ക് വേണ്ടേ? അതുകൊണ്ട് പള്ളികളിൽ കൃത്യമായി കല്യാണത്തിന് മുമ്പ് അവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലാസ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പള്ളികൾ വെറും ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും മാത്രമാക്കിയ പോരാ. പള്ളികൾ ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ കുറക്കോട് എന്ന് പറയുന്ന ഈ മുള്ളിക്കാടുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹിന്ദു പട്ടിണി കിടന്നാൽ, ഒരു ക്രിസ്ത്യാനി പട്ടിണി കിടന്നാൽ, ഒരു മുസ്ലിം പട്ടിണി കിടന്നാൽ അവർക്ക്
അവർക്ക് നാളെ എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാമെന്നതിനെ പറ്റി ആലോചിക്കേണ്ട ഇസ്ലാമിന്റെ ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഈ കാണുന്ന പള്ളി. ആ പള്ളിക്കകത്ത് വെച്ച് ഇവിടത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മദീന പള്ളിയിൽ ഹബീബായ നബി തങ്ങൾ പിരിവെടുത്തിട്ടുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഒരു പള്ളി എന്ന് പറയുന്നത് കേവലം നമസ്കാരത്തിനും ബാങ്കിനും മാത്രമല്ല. പള്ളികൾ ഒരു നാടിന് ആവശ്യമായ എല്ലാം ഉണ്ടാവണം.